ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളെന്ന് പറയുന്ന ഒരു സീരീസിനകത്ത് അതിൻ്റെ പാർട്ട് 5 ആണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ സയൻസിൻ്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മുൻപ് ഉണ്ടായിരുന്ന പാർട്ടിനകത്ത് സോഷ്യലിൻ്റെ ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഇതിനകത്ത് സയൻസിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതുക. 10 ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതും അല്ലാത്തതും എല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം എഴുതുക. ഓക്കെ, സോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ഈ ഒരു ചോദ്യം പറയുന്നൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം. കാരണം നമ്മുടെ സിലബസിനകത്ത് ഈ സയൻസിൻ്റെ മേഖലയിൽ ഇപ്പോൾ ബയോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാം അതിൻ്റെ മാർക്ക് തന്നതിന് ശേഷം തൊട്ട് താഴെയായിട്ട് കറണ്ട് അഫെയർ ആനുകാലികത്തിന് ഒരു 2 മാർക്ക് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ബയോളജിയിൽ അല്ലെങ്കിൽ സയൻസിൻ്റെ മേഖലയിൽ നിന്ന് എന്താണ് ആനുകാലികമായിട്ട് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇത് അല്ലേ, ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലേ. പദ്ധതികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്താണ് ആശുപത്രികളുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് സയൻസിൻ്റെ മേഖലയിൽ നിന്ന് തന്നെ വരുന്നൊരു ചോദ്യമായിട്ട് നമുക്ക് എടുത്തുകൂടി. സോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയത്. ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതെന്നുള്ളതാണ്. ആർദ്രമാണോ, ഹൃദ്യമാണോ, അതുല്യമാണോ, മഴവില്ലാണോ, ഏതാണെന്നുള്ളതെന്ന് എഴുതുക. ഓക്കെ, ഓപ്ഷൻ എഴുതിയാൽ മതി. നമുക്ക് ലാസ്റ്റ് എന്തായാലും ഡിസ്കസ് ചെയ്യുമല്ലോ. അടുത്തത് 2, FPS വ്യവസ്ഥയിലെ മാസിൻ്റെ യൂണിറ്റ് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാം, പൗണ്ട്, കിലോഗ്രാം, ടൺ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോളൂ. അടുത്തത്, വർണ്ണരാശിയിലെ ഏതാനും വർണ്ണങ്ങൾ താഴെ കൊടുക്കുന്നു, ശരിയായി ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെ ക്രമീകരിക്കണമെന്ന് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നോക്കുക, നീല, വയലറ്റ്, ചുവപ്പ്, പച്ച, വയലറ്റ്, നീല, മഞ്ഞ, ചുവപ്പ്, വയലറ്റ്, നീല, മഞ്ഞ, പച്ച, പച്ച, മഞ്ഞ, ഓറഞ്ച്, വയലറ്റ്. അപ്പോൾ എന്താണ്, വർണ്ണരാശിയിലെ ഏതാനും വർണ്ണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു, ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അടുത്ത 4-മത്തേത്, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ് ചോദ്യം? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. കാൽസിനേഷൻ, റോസ്റ്റിംഗ്, നിരോക്സീകരണം, ഇതൊന്നുമല്ല. കാൽസിനേഷൻ, റോസ്റ്റിംഗ്, നിരോക്സീകരണം, ഇതൊന്നുമല്ല. ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അടുത്തത് 5, വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വാതകം ഏതാണ്? വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ സൾഫൈഡ്. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ സൾഫൈഡ്. ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അടുത്തത് 6, തെറ്റായ ജോഡികൾ ഏത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായ ജോഡികൾ ഇപ്പോൾ ഡോബറൈനർ, ത്രികങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ലാവോസിയ, ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് തരംതിരിച്ചു എന്ന് പറയുന്നുണ്ട്. മെൻഡലിയേഫ്, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നുണ്ട്. ജെയിംസ് ചാഡ്വിക്ക്, അഷ്ടക നിയമം എന്ന് പറയുന്നുണ്ട്. സോ ഇതിൽ ഈ ഒരു 4 ജോഡിയിൽ ഏതാണ് തെറ്റായ ജോഡി എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് എഴുതിക്കോളൂ. ഓക്കെ, 7, പ്രസ്താവന വായിച്ചുത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവന എ, പ്രസ്താവന ബി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് 2 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുള്ളത്. അല്ലെ, പ്രസ്താവന എ പറയുന്നത് എന്താണ്? ലോഹസങ്കരം എന്നാൽ 2ഓ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതത്തെയാണ് ലോഹസങ്കരം എന്ന് പറയുന്നുണ്ട്. ഇനി പ്രസ്താവന ബിയിലേക്ക് വരുമ്പോൾ, ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുമുള്ള കഴിവ് ലോഹസങ്കരങ്ങൾക്കുണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ, പ്രസ്താവന എ, ബി എന്നിവ തെറ്റാണെന്ന് പറയുന്നുണ്ട്. പ്രസ്താവന എ തെറ്റാണ് എന്നാൽ ബി ശരിയാണെന്ന് പറയുന്നുണ്ട്. പ്രസ്താവന എയും ബിയും ശരിയാണെന്നൊരു പ്രസ്താവന പറയുന്നുണ്ട്. പ്രസ്താവന ബി തെറ്റാണ് എന്നാൽ എ ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ 2 പ്രസ്താവനകൾ വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതി മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അടുത്ത 8-മത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സൂക്ഷ്മ കണികകളിൽ തട്ടി പ്രകാശം ചിതറുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേര്. സൂക്ഷ്മ കണികകളിൽ തട്ടിയിട്ട് പ്രകാശം ചിതറുന്ന ആ പ്രതിഭാസം അറിയപ്പെടുന്ന പേര് വിസരണമാണോ, പ്രകീർണനമാണോ, പ്രതിഫലനമാണോ, അപവർത്തനമാണോ? പ്രകാശം എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് 9, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുത്താൽ മതി. 4 പ്രസ്താവന ഇവിടെയുണ്ട്. അതിൽ 1, ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. എന്താണ്? ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. അടുത്തത് ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളം ആരംഭിക്കുന്നത്. ഗ്രസനിയിൽ നിന്നാണ്
ശ്വാസനാളം ആരംഭിക്കുന്നത്. പിന്നെയോ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത് തടയുന്നത് ക്ലോമപിധാനമാണ്. എന്താണ്? ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത് തടയുന്നത് ക്ലോമപിധാനമാണ്. പിന്നെയോ നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. അപ്പോൾ 4 പ്രസ്താവനകൾ പറയുന്നുണ്ട്. ഇവയിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതെന്ന് നോക്കിയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജീവകം സിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ പറയുന്നത് ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ എന്നിവയിൽ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നുണ്ട്. അടുത്തത് ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നുണ്ട്. ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ജീവകം സിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക. ഓക്കെ, അപ്പോൾ 10 നമ്മളിവിടെ നോക്കി. ആ 10 നമ്മൾ ഇനി ഓപ്ഷൻ നോക്കാം, ഉത്തരം നോക്കാനായിട്ട് പോവുകയാണ്. ആ ഉത്തരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം നോക്കുക. ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അത് ഹൃദ്യമാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുള്ളൂ. ഹൃദ്യം ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരം. ഹൃദ്യം പദ്ധതി, ആർദ്രം പദ്ധതിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി അടുത്തത് FPS വ്യവസ്ഥയിലെ മാസിൻ്റെ യൂണിറ്റ് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? നമ്മൾ ഈ FPS യൂണിറ്റിൽ നമ്മൾ ഈ പറയുന്ന പോലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം CGS യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നീട് MKS യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന FPS യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള FPS യൂണിറ്റ് ഏതെന്നുള്ളതാണ്. ഈ 3 തരത്തിലുള്ളതാണ്. ഇപ്പോൾ സിസ്റ്റം ഇൻ്റർനാഷണൽ SI യൂണിറ്റുകളാണ് ഇപ്പോൾ 7 SI യൂണിറ്റുകളുണ്ട് പ്രധാനമായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അത് നമ്മുടെ യൂണിറ്റുകളും അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം. ഇതിനകത്ത് ഈ പറയുന്ന FA വ്യവസ്ഥയിലെ മാസ് അല്ലേ, മാസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് ആദ്യത്തെ F എന്ന് പറഞ്ഞാൽ ഫൂട്ടാണ്, അല്ല നീളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നീട് പൗണ്ട്, അതാണ് മാസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അടുത്തത് സെക്കൻഡ്, സമയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാസിൻ്റെ യൂണിറ്റ് ആണല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൗണ്ടാണ്, P ആണ് അല്ലേ. ഇതിനകത്ത് പൗണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഈ F എന്ന് പറയുന്നത് ഫൂട്ട്, P എന്ന് പറയുന്നത് പൗണ്ട്, S എന്ന് പറയുന്നത് സെക്കൻഡ്. അതാണ് FPS-ലെ ഏതാണ് ഈ FPS വ്യവസ്ഥയിലെ ഇതെന്ന് പറയുന്നത്. ഇനി CGS ആണെന്നുണ്ടെങ്കിൽ C എന്താണ്? സെൻറ്റിമീറ്റർ, അത് നീളവുമായി ബന്ധപ്പെട്ട്. ഇനി ഭാരം അല്ലേ, മാസവുമായി ബന്ധപ്പെട്ടാണ് ഗ്രാം, സമയമാണെങ്കിൽ സെൻറ്റിമീറ്റർ, സെക്കൻഡ്. ഇങ്ങനെയാണ് അത് കിടക്കുന്നത്. ഇനി ഈ MKS വ്യവസ്ഥയിലെ M മീറ്റർ, ഇവിടെ സെൻറ്റിമീറ്ററാണ് CGS-ലെ C, ഇവിടെയാണെന്നുണ്ടെങ്കിൽ MKS എന്ന് പറയുമ്പോൾ അത് M മീറ്റർ, K കിലോഗ്രാം, S സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. CGS, MKS, FPS എന്ന് പറയുന്നത്. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള FPS-ലെ P എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പൗണ്ടാണ്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് വർണ്ണരാശിയിലെ ഏതാനും വർണ്ണങ്ങൾ താഴെ കൊടുക്കുന്നു ശരിയായി ക്രമീകരിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ വർണ്ണരാശിയിൽ നമുക്ക് നോക്കാം 7 നിറങ്ങൾ അല്ലേ. ആ 7 നിറങ്ങളിലെ കുറച്ച് നിറങ്ങൾ തന്നിട്ടുണ്ട്. അതിന് ശരിയായിട്ടുള്ള ഓർഡറിൽ ക്രമീകരിച്ചാൽ മതി. നോക്കുക, VIBGYOR എന്താണത്? വിബ്ജിയോർ അല്ലേ. 1 2 3 4 5 6 7 എണ്ണം അല്ലേ. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മഴവിലെ നിറങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലേ. ഇത് തന്നെയാണ് ശരിക്കും നമുക്കിവിടെ അറേഞ്ച് ചെയ്യാനുള്ളത്. നോക്കൂ, ആദ്യത്തത് വയലറ്റ് ആണല്ലേ. വയലറ്റ് ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? വയലറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. വയലറ്റ് ഇവിടെ ഉണ്ട്, വയലറ്റ് ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നമ്മളിനി ആദ്യത്തെ നോക്കിയില്ലേ. ഇനി അവസാനത്ത് നോക്കൂ, അവസാനം റെഡാണ് വരേണ്ടത് അല്ലേ. ഇവിടെ റെഡ് ഉള്ളത് ഏതിലാണുള്ളത്? നോക്കൂ, റെഡ് ഇവിടെ ഉണ്ടോ? അവിടെ ഉണ്ട് റെഡ് അല്ലേ. നോക്കുക, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വയലറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇൻഡിക്കോ ആണ്. ഇൻഡിക്കോ ഇല്ല. പിന്നെ ബ്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഏതാണ്? ഗ്രീൻ അല്ല, യെല്ലോ, മഞ്ഞയുണ്ട്, പിന്നെ റെഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഓർഡർ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് ഏത് തിരഞ്ഞെടുക്കാൻ പറ്റും? ഓപ്ഷൻ ബി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കിയൊക്കെ മിക്സഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിബ്ജിയോ എന്നുള്ള രീതിയിൽ കുറച്ച് കളറുകൾ തന്നിട്ടുണ്ടായിരുന്നു. വയലറ്റ് തന്നു, അതുപോലെ തന്നെ ബ്ലൂ തന്നു, യെല്ലോ തന്നു, റെഡ് തന്നു. അപ്പോൾ നമ്മളത് ആ ഓർഡറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ബി ക്ലിയർ ആയില്ലേ, മനസ്സിലായല്ലോ. അടുത്തത് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അടുത്ത 5 വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, 6 തെറ്റായ ജോഡികളാണ്. ഡോബ്രൈനർ, ത്രികങ്ങൾ ആരുടെയാണ്? ഡോബ്രൈനറുടെയാണ്. അതുപോലെ അലോഹങ്ങൾ എന്ന് തരംതിരിച്ചാരാണ്? അത് ലാവോസിയാണ്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് മെൻഡലിയേഫ്. എന്നാൽ അഷ്ടക നിയമം എന്ന് പറയുന്നത് ന്യൂലാൻഡാണ്. ഓക്കെ, അഷ്ടക നിയമം ന്യൂലാൻഡാണ്, ജെയിംസ് ചാഡ്വിക് അല്ല അല്ലേ, ന്യൂലാൻഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ,
അടുത്തത് പ്രസ്താവന വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ലോഹസങ്കരം എന്നാൽ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതമാണ്. ശരി തന്നെയല്ലേ? രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നതാണ് ലോഹസങ്കരം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും അതുപോലെ തന്നെ ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവ് ഏതിനുണ്ട്? ഈ ലോഹസങ്കരത്തിനുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന ശരിയാണ്. അപ്പോൾ പ്രസ്താവന എ ബി ശരി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഓപ്ഷൻ സി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത 8, സൂക്ഷ്മ കണികകളിൽ തട്ടി പ്രകാശം ചിതറുന്ന പ്രതിഭാസം ഏതാണ്? അത് വിസരണം. നമുക്കറിയാം അല്ലേ? ആകാശത്തിൻ്റെ നീലവീക്ക് കാരണം വിസരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? വിസരണം. ഓക്കെ അല്ലേ? അടുത്തത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. ഓക്കെ, അതെന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. ഭാഗികമായിട്ടുള്ള ആഹാരം എന്താണ്? ദഹിച്ച ആഹാരം നമ്മുടെ ഗ്രസനിയിലൂടെയാണ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് നോക്കൂ, ഗ്രസനിയിൽ നിന്നാണ് എന്ത് ആരംഭിക്കുന്നത്? ശ്വാസനാളം ആരംഭിക്കുന്നത്. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളം ആരംഭിക്കുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണ്. അറിയില്ലെങ്കിൽ അത് പഠിച്ചു വെച്ചോളൂ. അതുപോലെ തന്നെ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത് തടയുക എന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ക്ലോമപിധാനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഭക്ഷണത്തെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ക്ലോമപിധാനം. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്? അമർത്തി ഉരുളകളാക്കുന്നുണ്ട് അല്ലേ? വിഴുങ്ങാൻ ഭാഗത്തിന്. അപ്പോൾ അതും ശരി തന്നെയാണ്. അപ്പോൾ 1, 2, 3, 4 ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് ഈ പ്രസ്താവന എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നോക്കൂ, അടുത്ത 10, ജീവകം സിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, അതിൽ നമുക്ക് ശരികൾ നോക്കാം. നോക്കൂ, ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി നഷ്ടപ്പെടും. ഈ പ്രസ്താവന ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്ത് നോക്കൂ, ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ എന്നിവയിലൊക്കെ കാണപ്പെടുന്ന ജീവകം സിയിലെ ജീവകം സി കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇതിലൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കൂ, ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ജീവകം എന്ന് പറയുന്നുണ്ട്. ആണോ? അല്ല, ഇത് ജീവകം സിയുമായി ബന്ധമില്ലാത്തതാണ്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കപ്പെടുന്ന ജീവകം സി തന്നെ. നമുക്ക് 3 ശരിയാണ്. അപ്പോൾ ഈ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം എന്താണ്? ഓക്കെ, നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ വിറ്റാമിൻ. ഏതാണ്? ജീവകം ഡി ആണ് അല്ലേ? ഈ ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡീനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്, സീനെ പറ്റിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയെല്ലാം വൈറ്റമിൻ സിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത് പറയുന്നത് വൈറ്റമിൻ ഡീനെ പറ്റിയിട്ടാണ്. എൽ ഡി, പല്ലടി, എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഏതാണ്? വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നല്ലേ? അപ്പോൾ അത് ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ 10 ചോദ്യങ്ങൾ ഇട്ടു. ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. സയൻസിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അത് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മോഡൽ പരീക്ഷയുടെ 70-ലധികം അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന 9747886666 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാം. OMRൽ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം അതിൻ്റെ ആൻസർ കീ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. നമ്മൾ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.